ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാഷൻ കേക്ക്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഡയറ്റ് നല്ല ബാലൻസ്ഡ് ആകും അല്ലേ. അപ്പോഴേക്കും നമുക്ക് സാലഡ്സ് നമ്മുടെ ഓരോ മീലിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ കുക്കുംബർ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാലഡ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഒന്നാമത്തെ സാലഡ് കാണാം. അതായത് ക്ലാസിക് ഇന്ത്യൻ സാലഡ് അല്ലെങ്കിൽ കച്ചമ്പർ സാലഡ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത് കുക്കുംബർ, ടൊമാറ്റോ, ഒനിയൻ, കുറച്ച് ലെറ്റ്യൂസ്, ഇതെല്ലാം ഡൈസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി, നാരങ്ങാനീര്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ, കുക്കുംബർ, ഒനിയൻ, പിന്നെ അതിൻ്റെ കുറച്ച് ലെറ്റ്യൂസ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ എല്ലാ സാലഡ്സിനും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള നാരങ്ങാനീര്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഒലിവ് ഓയിലാണ്. അതും ഓപ്ഷണലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് അത് ആഡ് ചെയ്യണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഈ ഡ്രസ്സിങ്ങൊക്കെ ഇതിൽ വെജിറ്റബിൾസിലെല്ലാം കോട്ട് ചെയ്യണം. എന്നിട്ട് തണുപ്പിച്ച് നമുക്ക് കഴിക്കാം. രണ്ടാമത്തെ സാലഡാണ് കുക്കുംബർ കോൺ സാലഡ്. പേര് പോലെ തന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാലഡായിരിക്കാം ഇത്. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് കുക്കുംബർ, പുഴുങ്ങി വെച്ചിട്ടുള്ള കോണ്, കുറച്ച് ലെറ്റ്യൂസ്, ഒനിയൻ ആൻഡ് കുറച്ച് ടൊമാറ്റോ. പിന്നെ എടുത്തിട്ടുള്ളത് പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്, കുറച്ച് ചാറ്റ് മസാലയും ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഒരു ബൗളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം തന്നെ ഇട്ട് കൊടുക്കുക. ഈ കോണിൽ കുറച്ച് ഉപ്പിട്ട് മാത്രമാണ് ബോയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചാറ്റ് മസാലയും പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതും അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുത്തതിന് ശേഷം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചെറി ടൊമാറ്റോയ്ക്ക് പകരം നോർമൽ ടൊമാറ്റോ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സാലഡ്. ഇനി അടുത്ത സാലഡ് എന്ന് പറയുന്നത് കുക്കുംബർ ക്യാരറ്റ് സാലഡ്. പേര് പോലെ തന്നെ ക്യാരറ്റാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുപോലെ തന്നെ ഇതിനൊരു ഡ്രസ്സിങ് ഞാൻ റെഡിയാക്കുന്നു. അപ്പോൾ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 2.5 ടീസ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ. ഇത് മൂന്നും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ സാലഡ് ഡ്രസ്സിങ്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് കുക്കുംബർ ഗ്രേറ്റ് ചെയ്തതും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും വളരെ കുറച്ചൊരു ഒനിയനും. ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു ഡ്രസ്സിങ് എല്ലാം വെജിറ്റബിളിൽ കോട്ടാവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് കുക്കുംബർ പീനട്ട് സാലഡ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡാണിത്. ഇതിലേക്ക് ആഡ് ചെയ്യുന്ന വെജിറ്റബിൾ എല്ലാം തന്നെ ഓൾറെഡി തണുത്തതായിരിക്കണം. കുക്കുംബർ ഡൈസ് ചെയ്തതും ഒനിയനും അതുപോലെ തന്നെ ടൊമാറ്റോയും കുറച്ച് ലെറ്റ്യൂസും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ലെമൺ ജ്യൂസ് ആഡ് ചെയ്തു, കുറച്ച് ചാറ്റ് മസാല, കുരുമുളക് പൊടി, അതുപോലെ ഉപ്പ്. ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പീനട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ റോസ്റ്റ് ചെയ്ത പീനട്ടാണ്. പീനട്ട് ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസ് ഓൾറെഡി നമ്മൾ ഫ്രിഡ്ജ് വെച്ച് തണുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു പീനട്ടിൻ്റെ ക്രഞ്ചിനെസ്സും എല്ലാം കൂടെ ആകുമ്പം അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഈ സാലഡാണിത്. ഇനി അടുത്തത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് വെറൈറ്റി സാലഡ് കാണിച്ചു തരാം. അപ്പോൾ ഒരു ഡ്രൈ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ ആപ്രിക്കോട്ടും ഫിഗുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുക്കുംബറും അത് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം, ഇത് ഇഷ്ടമില്ലെങ്കിൽ മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇതുപോലെ തന്നെ കഴിക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഈസി സാലഡാണ് നട്ട്സ് വെച്ചിട്ടുള്ള സാലഡ്. അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് നട്ട്സും റേസിൻസും ഒക്കെയാണ്. ഇതിലിഷ്ടമുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കാഷ്യൂ നട്ട്, അതുപോലെ തന്നെ പിസ്ത, വാൾനട്ട്, പിന്നെ റേസിൻസും കിസ്മിസുമാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ടീയുടെ കൂടെയും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ടുമൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സാലഡാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പം നോർമൽ സാലഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് ഇത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇഷ്ടമുള്ളവർ അതിലൊന്ന് കുക്കുംബർ ആഡ് ചെയ്തിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ 7th സാലഡാണ് സ്വീറ്റ് സാലഡ്. പേര് പോലെ തന്നെ സ്വീറ്റാണ് ഈ സംഭവം, എന്ന് വെച്ചാൽ ഷുഗർ അല്ല കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുത്തോളുക. ഞാനിപ്പോൾ ഇവിടെ ഗ്രേപ്സും ആപ്പിളും മാത്രമാണ് ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കുക്കുംബറും. ഏത് രീതിയിലാണോ വെജിറ്റബിളൊക്കെ അരിയുന്നത് ആ രീതിയിൽ തന്നെ ഫ്രൂട്ട്സും അരിയുക. ഗ്രേപ്സ് കട്ട് ചെയ്യണമെന്നുള്ളവർക്ക് കട്ട് ചെയ്തിടാമേ. ഇനി ഇതിന് സ്വീറ്റ് കൊടുക്കാൻ വേണ്ടി ആദ്യം ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഹണി. ഹണി നമുക്ക്
കുറച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റിൽ അത്യാവശ്യം ഷുഗർ ഉള്ളതുകൊണ്ട് ഹണി കുറച്ച് ആഡ് ചെയ്താൽ മതിയാകും. അതായത് ഫ്രൂട്ട് പൾപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ്, റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള പൾപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടിൻ്റെ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ പൾപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു പൾപ്പാണ് സ്വീറ്റ് സാലഡിൻ്റെ മെയിൻ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണിത്. ഞാൻ ഇത്രയും സാലഡ്സ് ഉണ്ടാക്കിയതിലും കുട്ടികൾക്ക് വീണ്ടും വീണ്ടും വേണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ളൊരു സാലഡാണ് ഈ സ്വീറ്റ് സാലഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരുപാട് ഇഷ്ടപ്പെട്ടാണ്, നമുക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു സാലഡ് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഈ ഒരു സാലഡ് ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പുറത്തൊക്കെ ഒന്ന് പോയി വന്നതിന് ശേഷം ഒരു റീഫ്രഷ്നിങ് ഒക്കെ ആയിട്ട് പെട്ടെന്നെടുത്ത് നമുക്ക് കഴിക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ചോയ്സസ് മാറും, ഇഷ്ടമുള്ളത് രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് 8th വൺ സിമ്പിളായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു സാലഡാണ്. അതിലും നമ്മുടെ ഇൻഗ്രീഡിയൻസ് കുക്കുംബർ, ക്യാരറ്റ്, ഒനിയൻ, ടൊമാറ്റോ ആണ്. കുക്കുംബറും ക്യാരറ്റും ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. ഒനിയനും ടൊമാറ്റോയും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. നാരങ്ങാനീര് വേണമെന്നുള്ളവർക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി വലിയ മിക്സിംഗ് ഒന്നുമില്ല, ഇതേപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 8 ടൈപ്പ് കുക്കുംബർ സാലഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്രദമായെന്നും വിചാരിക്കുന്നു. ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.